ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 ഇയർ ആയിന്ന്. ഇന്നലെ രാത്രിയായപ്പം ഒരു 12 മണിക്ക് ശേഷം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പം യൂട്യൂബിൽ നിന്ന് ഇതുപോലൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴാണ് ശരിക്കും 5 വർഷമായി ഞാൻ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നുള്ളത് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണല്ലേ. യൂട്യൂബിൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഇന്ന് ചാനൽ തുടങ്ങി നാളെ പൈസ വരുന്ന ആ ഒരു ഇതല്ല. ശരിക്കും നമ്മളിതിൽ നിന്ന് ചിലരൊക്കെ പെട്ടെന്ന് തന്നെ റീച്ച് ആവുന്നവരുണ്ട്, സെലിബ്രിറ്റീസും അല്ലാത്തവരൊക്കെ. പിന്നെ ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ വോയിസ് ഒന്നും കൊടുത്തിരുന്നില്ല, അവർ മ്യൂസിക് മാത്രമായിട്ടുള്ളതായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് മാറ്റി നമ്മൾ വോയിസ് കൊടുത്തിട്ട് ചെയ്തു തുടങ്ങിയത്. അതിന് ശേഷം തന്നെയാണ് നമുക്ക് കുറച്ച് റീച്ച് ആയിട്ടുള്ളത്. എന്നാൽ വോയിസ് ഇല്ലാത്ത കുറേ പേജസും റീച്ച് ആയിട്ടുണ്ട്, അതും ശരിയാണ്. പിന്നെ സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോൾ അവരുടെ വീഡിയോസൊന്നും റീച്ച് ആവാൻ അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെച്ചാൽ 1 ഇയറിൽ 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 4000 വാച്ചിങ് ഹവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിറ്റത്തെ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വീണ്ടും അത്രയും വേണ്ടി വരും. ഓരോ മന്ത് കഴിയുമ്പോഴും നമ്മുടെ ഓരോ വാച്ച് അവർ തന്നെ കുറഞ്ഞു വരും. അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ചെറിയ ചാനൽസ് ആണല്ലോ, അപ്പോൾ അതുപോലെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, യൂട്യൂബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ലൈവ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ലൈവിലൊക്കെ നമ്മൾ ഇങ്ങനെ ലൈവിലൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. സബ് മീൻസ് നമ്മൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റത്തെ ആ ഒരു ഇയറിൽ. മെയിൻലി നമ്മൾ എന്ന് വെച്ചാൽ ഈ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും ആൻഡ് 4000 വാച്ച് ഓവറും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആ ഫസ്റ്റത്തെ ഒരു 1 ഇയർ കടന്നുപോയത്. പിന്നെ നമ്മൾ തന്നെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ ഓണാക്കി വെക്കും, രാവിലെ ടു വൈകുന്നേരം വരെ അങ്ങനെ ഓണാക്കി വെക്കും ഉമ്മച്ചിയുടെ ഫോണിൽ. അതുപോലെ പാവം അവിടെയാണ് അവിടെ ഫുൾ ടൈം ഓണാക്കലാണ്. പിന്നെ കണ്ടവരുടെ ഫോണിലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കലാണ്. പിന്നെ ഞാൻ ക്വിറ്റ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ റീസൺ അതാട്ടോ. അവരൊക്കെ പാവം എപ്പോഴും നമ്മൾ ഓണാക്കി വെക്കണ്, നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യണ്. പിന്നെ ഇപ്പോൾ അവരെ നമ്മൾ എന്തോ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പിന്നെ ഒന്നുമില്ലാത്ത പോലെ, പിന്നെ അത് ക്വിറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത പോലെ ആവും. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ തന്നെ നമ്മളെ കളിയാക്കാനും ഉണ്ടായിരുന്നു. ഇതെന്നെ പണി, ഇത് ഓണാക്കി വെക്കൽ തന്നെ, ഈ സബ്സ്ക്രൈബ് ചെയ്യൽ തന്നെ, അങ്ങനെയൊക്കെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഈ എഫേർട്ടൊക്കെ ഇട്ടത് എന്നുള്ളത്. മറ്റുള്ളവരെ കളിയാക്കലൊക്കെ നോക്കിയിരുന്നാൽ നമുക്കൊന്നും നടക്കൂല. പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള കുറേ പേരൊക്കെ അവർ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് മാത്രമാണ് നമുക്ക് കിട്ടണത്. സംഭവം അവർ നമ്മുടെ വീഡിയോസൊന്നും കാണുന്നില്ലെങ്കിലും ഒരു സബ്സ്ക്രൈബ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ കൗണ്ട് കൂടും. പക്ഷെ ഇത് ഒരു കാര്യമില്ല എന്നുള്ളത് 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഇപ്പോൾ തന്നെ ഇപ്പം 5 വർഷമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല ക്യാഷായിട്ട് എന്നുള്ളത് അറിയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് റീച്ച് ആയിട്ടും ഈ സബ്സ്ക്രൈബും വാച്ച് അവറൊന്നും മാത്രം ആയതുകൊണ്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വൈറലായാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാലും നമുക്ക് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ട് അതിൽ ഒരു വീഡിയോ റീച്ച് ആയതിന് ശേഷമാണ് നമുക്ക് പുറത്തുനിന്നുള്ള ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഇതുണ്ടല്ലോ, പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷെ അപ്പോഴും യൂട്യൂബിൽ ഞാൻ കുറച്ച് ഇങ്ങനെ കുറവാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വർക്ക് വരുന്ന സമയത്ത് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു ബ്രൈഡൽ വർക്ക് വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡെമ്മി ഞാൻ വാങ്ങിയത്. അപ്പോൾ ഒരു 3.5 വർഷത്തോളം ഞാൻ സാധാ സിംഗിൾ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് വർക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ ഉഷ അലുവ DLX എന്ന് പറഞ്ഞ മെഷീൻ വാങ്ങിയിട്ട്. അതിന് ശേഷമാണ് നമുക്ക് പുറത്തേക്കൊക്കെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസും ഒക്കെ വന്നത്. ഇപ്പോൾ ഒരുപാട് വർക്കുകൾ നമ്മൾ പുറത്തോട്ടും എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഒരു 5 വർഷമായി എന്ന് പറഞ്ഞപ്പോൾ ഒരു
തിരിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിലൊന്ന് അങ്ങനെ ഓർത്തെടുത്തതാണ്. ഇപ്പോൾ അതൊരു 2-3 മാസമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ചു. അത് നമ്മുടെ ജാക്കിൻ്റെ A2C എന്ന് പറയുന്ന മെഷീനാണ്. അത് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയത് F6 ആയിരുന്നു വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി ലേറ്റസ്റ്റ് മോഡൽ ഇതാണെന്നും പിന്നെ കുറച്ചും കൂടി മറ്റേനേക്കാളും അഡ്വാൻസ്ഡ് ടെക്നോളജി ആണെന്നും കൂടിയും കേട്ടപ്പം പിന്നെ ഇതന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 27,000 രൂപയാണ് ഈ ഒരു മെഷീൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഏത് മെഷീനാണ് നല്ലതെന്ന് ചോദിച്ചാൽ എത്രയും നല്ലത് പവർ മെഷീൻ തന്നെയാണ്. ഫസ്റ്റ് ടൈം ഞാനത് വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ഇക്കയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉഷയുടെ മറ്റേ മെഷീൻ ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിയത്. ഇപ്പം നമ്മൾ വലിയ വർക്കുകളും കുറേ വർക്കൊക്കെ ആകുമ്പോൾ ഇതിലാണ് സ്റ്റിച്ച് ചെയ്യാറ്. പക്ഷെ ഇതെൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ മറ്റേ മെഷീനും ഇവിടെ വരുമ്പോൾ ഈ മെഷീനാണ് യൂസ് ചെയ്യാറ്. എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, വെറുതെ ഇരുന്നൂടെ എന്നൊക്കെ ചിലപ്പോൾ സമയത്ത് തോന്നാറുണ്ട്. പക്ഷെ എത്ര വെറുതെ ഇരുന്നാലും നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ ശരിക്കും ഒരു സാഡായിട്ടുണ്ട്. ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു. ആദ്യമൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പിന്നെ നമ്മൾ ഫ്രീ ആയി ഫുൾ ടൈം ഉറക്കം തന്നെ ആയിരുന്നു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ കുറേയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ വർക്കൊക്കെ ചെയ്ത് കണ്ടിന്യൂസ്ലി വർക്കൊക്കെ വന്നു തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് വർക്കില്ലാണ്ടാവുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഈ സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ഞാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുത്ത പോലെ വേറെ ആരെങ്കിലും ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും നമ്മൾ ക്യാഷ് വാങ്ങിക്കാണ്ട് ഇഷ്ടംപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് കറക്റ്റ് അറിയാണ്ട് എന്തെങ്കിലും തന്നോ എങ്ങനെ തന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ നമുക്കതൊരു പ്രാക്ടീസ് ആയിരുന്നെങ്കിലും എന്നാലും പിന്നെ നമുക്ക് ക്യാഷ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണതിന് എന്തെങ്കിലും കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വർക്കിനുള്ള വില നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും വാങ്ങിക്കുക. ഇപ്പോൾ തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പം തന്നെ നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വർക്കൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പുതിയ പുതിയ മോഡൽസൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരിത് തുടങ്ങിയത്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മോളുണ്ടായതിന് ശേഷമാണ് സ്റ്റിച്ചിങ് പഠിക്കുന്നത്. അത് നമ്മളടുത്ത വീട്ടിലൊരു ചേച്ചിയാണ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. ആള് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ്. നടക്കാനൊന്നും പറ്റൂല, എന്നാലും ആള് അടിപൊളിയാണ്, എല്ലാം ചെയ്യും കേട്ടോ. ഇങ്ങനെ ഷൂ അങ്ങനെ ഇട്ടിട്ടൊക്കെ നടക്കും. ഞാനിനി എന്തെങ്കിലും ഒരു ദിവസം ആളെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നത്. മോളുണ്ടായതിനു ശേഷം അവൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടത്തിലാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ വല്ലാണ്ടൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ ഇങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം പഠിച്ചിട്ട് എനിക്ക് ബാക്കിയൊന്നും പഠിക്കണ്ട അങ്ങനെ ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് അത് പഠിച്ചത്. പിന്നെ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ അതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ശരിക്കും അറിയണം. അന്ന് നമുക്ക് നോട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. അതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൽ കുറച്ച് ഹാൻഡ് വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതിന് ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടാണ്ട് ഇഷ്ടംപോലെ ക്ലാസ്സൊക്കെ മിസ് ചെയ്തിട്ട് നടക്കലാണ് ഇപ്പോൾ പരിപാടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിലെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനോ അത് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ 5 വർഷത്തെ വിശേഷങ്ങൾ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനിപ്പോൾ 2.5 വയസ്സായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇതും കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. ആ ടൈമിലും ഡെലിവറി ആയിരുന്ന സമയത്തും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഞാൻ ഇടയ്ക്ക് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ എനിക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്.
പിന്നെ ഇപ്പോൾ എന്തെങ്കിലും മോഡലൊക്കെ കണ്ടാൽ നമുക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഇത് വരും. അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു. പിന്നെ നമ്മൾ ഇനി 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇൻഷാല്ലാ നല്ലൊരു ഗീവ് അവേ നമ്മൾ കൊടുക്കും. അത് നമ്മുടെ 20 പാനൽ അനാർക്കലി തന്നെ കൊടുക്കാമെന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.